ഒരു സ്ത്രീ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്നും അത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുവെന്നും കാണിക്കുന്ന 7 ലക്ഷണങ്ങൾ. സ്ത്രീ മനഃശാസ്ത്രം. 90% ആകർഷണം ആശയവിനിമയം നടത്തുന്നത് വാക്കുകളിലൂടെയല്ല, ശരീരഭാഷയിലൂടെയും സൂക്ഷ്മമായ സിഗ്നലുകളിലൂടെയുമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു സ്ത്രീ ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന് തുറന്നു പറഞ്ഞേക്കില്ല, പക്ഷെ അവളുടെ പ്രവൃത്തികൾ പലപ്പോഴും അവളുടെ ഹൃദയം എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് വെളിപ്പെടുത്തും. ഇന്ന് ഒരു സ്ത്രീ നിങ്ങളെ രഹസ്യമായി ഇഷ്ടപ്പെടുന്നപ്പോൾ അവൾ ഇഷ്ടപ്പെടാത്തതുപോലെ പെരുമാറാൻ ശ്രമിച്ചാലും സ്ത്രീ മനഃശാസ്ത്രത്തിന്റെ പിന്തുണയുള്ള 7 അടയാളങ്ങൾ നമ്മൾ പര്യവേക്ഷിക്കും. വെല്ലുവിളി ലളിതമാണ്. സ്ത്രീകൾ അപൂർവമായി നേരിട്ട് വന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നില്ല. പകരം അവരത് മിശ്രിത സിഗ്നലുകൾക്ക് പിന്നിൽ മറയ്ക്കുന്നു. അവൾ സൗഹൃദപരമായി തോന്നിയേക്കാം, പക്ഷേ അത് വെറും മര്യാദയാണോ? അവൾ പലപ്പോഴും നിങ്ങളോട് സംസാരിച്ചേക്കാം, പക്ഷേ അത് യഥാർത്ഥത്തിൽ ആകർഷണത്തെ അർത്ഥമാക്കുന്നുണ്ടോ? സൗഹൃദത്തിനും യഥാർത്ഥ താൽപര്യത്തിനും ഇടയിലുള്ള വ്യത്യാസം തെറ്റിദ്ധരിച്ച് മിക്ക പുരുഷന്മാരും കുടുങ്ങിപ്പോകുന്നത് അവിടെയാണ്. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. ഒന്നാമത്തേത്, ലജ്ജാകരമായ നോട്ടങ്ങൾ. അവൾ നിങ്ങളെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുകയും നിങ്ങളുടെ കണ്ണുകൾ കണ്ടുമുട്ടുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വ്യക്തമായ അടയാളങ്ങളിലൊന്ന്. ഈ ലജ്ജാകരമായ നോട്ടം ശക്തമായ മനഃശാസ്ത്രമാണ്. അവൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനാൽ നിങ്ങളെ നോക്കാൻ അവൾ ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങൾ അവളുടെ തുറിച്ചുനോക്കൽ കാണണമെന്ന് അവൾ ആഗ്രഹിക്കുന്നില്ല. അത് ആഗ്രഹത്തിന്റെയും ഭയത്തിന്റെയും ഒരു തള്ളലും വലിവുമാണ്. നിങ്ങളെ രഹസ്യമായി ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും നിങ്ങളെ നിരീക്ഷിക്കാതിരിക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ പുഞ്ചിരി ശ്രദ്ധിക്കുന്നതായാലും, നിങ്ങൾ നീങ്ങുന്ന രീതിയായാലും, അല്ലെങ്കിൽ അത് വ്യക്തമാക്കാതെ അടുത്തു തോന്നുന്നതായാലും. അവൾ നിങ്ങളുടെ ദിശയിലേക്ക് ആവർത്തിച്ചു നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഒഴിവാക്കുകയാണെങ്കിൽ അത് വെറും യാദൃശ്ചികതയല്ല, മറഞ്ഞിരിക്കാൻ കഠിനമായി ശ്രമിക്കുന്ന ഒരു ആകർഷണമാണിത്. രണ്ടാമത്തേത്, സംഭാഷണങ്ങൾക്കിടയിൽ പുഞ്ചിരിക്കുന്നു. അവൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവൾ ധാരാളം പുഞ്ചിരിക്കാറുണ്ടോ? അവളൊരു അപരിചിതന് നൽകുന്ന മാന്യമായ പുഞ്ചിരിയല്ല, മറിച്ച് അവളുടെ മുഖം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു യഥാർത്ഥ തിളങ്ങുന്ന പുഞ്ചിരിയാണ്. പുഞ്ചിരി സന്തോഷം, ആശ്വാസം, ബന്ധം എന്നിവയ്ക്കുള്ള ഒരു ഉപബോധ മനസ്സിന്റെ പ്രതികരണമാണെന്ന് മനഃശാസ്ത്രം പറയുന്നു. അവൾ തന്റെ വികാരങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുമ്പോഴും അവളുടെ പുഞ്ചിരി അവളുടെ വികാരങ്ങളെ ഒറ്റിക്കൊടുക്കുന്നു. നീ അടുത്തിരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എന്നവളുടെ ശരീരം പറയുന്ന രീതിയാണിത്. ഏറ്റവും ലളിതമായ സംഭാഷണങ്ങൾക്കിടയിൽ പോലും അവൾ പുഞ്ചിരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായുള്ളതിനേക്കാൾ അവൾ നിങ്ങളോടൊപ്പം എളുപ്പത്തിൽ ചിരിക്കുന്നുണ്ടെങ്കിൽ, അവൾ മാന്യത പുലർത്തുക മാത്രമല്ല, അവളുടെ സ്നേഹം വിള്ളലുകളിലൂടെ കടന്നുപോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ നമ്പർ, പരിഭ്രാന്തി അല്ലെങ്കിൽ വിചിത്രമായ പെരുമാറ്റം. ആകർഷണം എല്ലായ്പ്പോഴും ആത്മവിശ്വാസമായി പ്രത്യക്ഷപ്പെടുന്നില്ല. ചിലപ്പോൾ അത് ഞരമ്പുകളായി പ്രത്യക്ഷപ്പെടുന്നു. അവൾ ചഞ്ചലപ്പെടുകയോ, മുടിയിൽ കളിക്കുകയോ, വിരലുകൾ തട്ടുകയോ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ വാക്കുകളിൽ ഇടറുകയോ ചെയ്താൽ, അത് പലപ്പോഴും നിങ്ങൾ അവളിൽ ഉറ്റുനോക്കുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അവൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ അസ്വസ്ഥത ഒരു സ്വാഭാവിക പ്രതികരണമാണെന്ന് മനഃശാസ്ത്രം കാണിക്കുന്നു. തന്നെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് അവൾ ശ്രദ്ധിക്കുന്നതിനാൽ അവളുടെ ശരീരം ഉയർന്ന അവസ്ഥയിലാണ്. അവളത് ശാന്തമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം, പക്ഷേ അവളുടെ വിചിത്രമായ ഇടവേളകൾ, പരിഭ്രാന്തമായ ചിരികൾ, അല്ലെങ്കിൽ സംസാരത്തിലെ ചെറിയ തെറ്റുകൾ എന്നിവ പലപ്പോഴും അവൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വെളിപ്പെടുത്തുന്നു. നാലാമതായി, കണ്ണിൽ നോക്കൽ. ലജ്ജയുടെ മറുവശത്ത് മനഃപൂർവമുള്ള കണ്ണിൽ നോക്കൽ എന്നതാണ്. അവൾ പതിവിലും കൂടുതൽ നേരം നിങ്ങളുടെ നോട്ടം പിടിച്ചു നിർത്തിയാൽ അത് മറഞ്ഞിരിക്കുന്ന താൽപ്പര്യത്തിന്റെ ശക്തമായ അടയാളമാണ്. കണ്ണിൽ നോക്കുന്നത് അടുപ്പം സൃഷ്ടിക്കുന്നു. അവൾ തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റാരുമായുമുള്ളതിനേക്കാൾ കൂടുതൽ തവണ അവൾ നിങ്ങളുമായി കണ്ണുകൾ അടയ്ക്കുന്നതായി കണ്ടെത്തിയേക്കാം. മനഃശാസ്ത്രം ഇതിനെ പ്യൂപ്പിൾ ഡയലേഷൻ പ്രതികരണം എന്ന് വിളിക്കുന്നു. നമ്മൾ ആകർഷിക്കപ്പെടുന്ന ഒരാളെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ സ്വാഭാവികമായും നീണ്ടുനിൽക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിശബ്ദതയുടെ നിമിഷങ്ങളിൽ അവളുടെ കണ്ണുകൾ നിങ്ങളുടെ കണ്ണുകൾ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവൾ ഏറ്റവും നേരിട്ടുള്ളതും എന്നാൽ പറയാത്തതുമായ രീതിയിൽ അവളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയായിരിക്കാം. അഞ്ചാമതായി, കളിയാക്കൽ. കളിയാക്കൽ അവൾ തമാശ പറയുകയാണെന്ന് തോന്നിയേക്കാം, പക്ഷെ അത് പലപ്പോഴും സ്നേഹത്തിനായുള്ള ഒരു സമർത്ഥമായ വേഷം മാറിയാണ്.
അവൾ നിങ്ങളുടെ ശീലങ്ങളെ ലഘുവായി പരിഹസിക്കുമ്പോഴോ നിങ്ങളുടെ തമാശകളെ കളിയാക്കുമ്പോഴോ അല്ലെങ്കിൽ കളിയായി നിങ്ങളെ വെല്ലുവിളിക്കുമ്പോഴോ ഒരു ബന്ധം സൃഷ്ടിക്കുന്നതിനാണ് അവൾ അത് ചെയ്യുന്നത്. ആകർഷണം പൂർണ്ണമായും സമ്മതിക്കാതെ തന്നെ നിങ്ങളുമായി അടുക്കാൻ അവർക്കൊരു സുരക്ഷിതമായ മാർഗമാണ് കളിയാക്കൽ. ഇത് നിങ്ങളുടെ പ്രതികരണം പരീക്ഷിക്കാൻ അവളെ അനുവദിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നു. ഉപരിതലത്തിനടിയിൽ അവൾ പറയുന്നത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമുണ്ട്, മറ്റുള്ളവരുമായി ഞാൻ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായി നിങ്ങളോടൊപ്പം ഇടപഴകാൻ. നമ്പർ 6, നിങ്ങളുടെ പ്രവൃത്തികളെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്ത ഉടനെ അവൾ പാനീയം കുടിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾ മുറിച്ചു കടക്കുമ്പോൾ അവളുടെ കാലുകൾ മുറിച്ചു കടക്കുന്നതോ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെ മിററിംഗ് എന്ന് വിളിക്കുന്നു. ഇത് ആകർഷണത്തിന്റെ ഏറ്റവും ശക്തമായ ഉപബോധമനസ്സിന്റെ അടയാളമാണ്. വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ശരീരഭാഷ ആളുകൾ സ്വാഭാവികമായും അനുകരിക്കുന്നുവെന്ന് മനഃശാസ്ത്രം കാണിക്കുന്നു. അവളത് ചെയ്യുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നില്ലായിരിക്കാം, പക്ഷേ അത് അവളുടെ മനസ്സ് നിങ്ങളുടേതുമായി സമന്വയിപ്പിക്കുന്ന രീതിയാണ്. പ്രതിഫലനം സൂക്ഷ്മമാണ്, പക്ഷേ ശക്തമാണ്. അത് വിശ്വാസത്തെയും താൽപ്പര്യത്തെയും നിങ്ങളുമായി താളത്തിലായിരിക്കാനുള്ള അവ്യക്തമായ ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. 7-ാം നമ്പർ, ദൈനംദിന ആശയവിനിമയം. അവസാനമായി, അവൾ എല്ലാ ദിവസവും നിങ്ങളോട് സംസാരിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആകസ്മികമല്ല, അത് പ്രതിബദ്ധതയാണ്. നിങ്ങളുടെ ദിനവാചകം എങ്ങനെയെന്ന ലളിതമായൊരു കാര്യമായാലും സംഭാഷണങ്ങൾ ആരംഭിക്കാൻ ഒഴുകിവിണികൾ കണ്ടെത്തുന്നതായാലും അവളുടെ പതിവ് ആശയവിനിമയം അർത്ഥമാക്കുന്നത് അവൾ നിങ്ങളുടെ ലോകത്ത് തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. അവൾ അവളുടെ ആഴത്തിലുള്ള വികാരങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചാലും ബന്ധം സജീവമായി നിലനിർത്താൻ അവൾ നടത്തുന്ന ശ്രമം അവളെ അകറ്റി നിർത്തുന്നു. ആളുകൾ തങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ദിവസവും സമയം കണ്ടെത്തുന്നില്ല. അവൾ എപ്പോഴും ബന്ധപ്പെടാൻ കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവൾ അനുവദിക്കുന്നതിനേക്കാൾ നിങ്ങൾ അവൾക്ക് പ്രധാനമാണ്. ഇപ്പോൾ ഏറ്റവും ആകർഷകമായ ഭാഗമിതാ. നിങ്ങളെ രഹസ്യമായി ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ അത് വളരെ അപൂർവമായി മാത്രമേ പറയൂ. പകരം അവരുടെ പ്രവൃത്തികൾ, ലജ്ജാകരമായ നോട്ടങ്ങൾ, പുഞ്ചിരികൾ, പരിഭ്രാന്തി, നിരന്തരമായ ആശയവിനിമയം എന്നിവയെല്ലാം ഒരു വലിയ ചിത്രം സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഡോട്ടുകൾ ബന്ധിപ്പിച്ചാൽ ഒരു വാക്കുപോലും സംസാരിക്കാതെ അവൾ തന്റെ വികാരങ്ങൾ നിങ്ങളോട് കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആകർഷണം വളരെ അപൂർവമായി മാത്രമേ ഉച്ചത്തിൽ ഉച്ചരിക്കാറുള്ളൂ. പ്രവൃത്തികളിലൂടെയും നോട്ടങ്ങളിലൂടെയും ശീലങ്ങളിലൂടെയും അത് മന്ത്രിക്കപ്പെടുന്നു. ഒരു സ്ത്രീ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടും അത് മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ വികാരങ്ങൾ ഇപ്പോഴും ചെറിയ വഴികളിലൂടെ കടന്നുപോകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവളുടെ കണ്ണുകളിൽ എഴുതിയിരിക്കുന്ന സത്യം, അവളുടെ പെരുമാറ്റം, ബന്ധം നിലനിർത്താൻ അവൾ നടത്തുന്ന ശ്രമം എന്നിവ നിങ്ങൾക്ക് കാണാൻ കഴിയും. വാക്കുകളില്ലാതെ സംസാരിക്കുന്ന അവളുടെ ഹൃദയത്തിന്റെ നിശബ്ദമായ ഏറ്റുപറച്ചിലുകളാണിത്. ഈ അടയാളങ്ങളിൽ ഏതാണ് നിങ്ങൾ മുമ്പ് ശ്രദ്ധിച്ചത്? ഇതിലേതെങ്കിലും പരിചിതമാണെന്ന് തോന്നുകയാണെങ്കിൽ അഭിപ്രായങ്ങളിൽ അതേ എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളിൽ ഏറ്റവും വേറിട്ട് നിന്ന അടയാളങ്ങൾ ഏതെന്ന് എന്നെ അറിയിക്കുക. ആകർഷണം, മനഃശാസ്ത്രം, ബന്ധങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ചകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാം.